ബലിയറുക്കുക ശ്രേഷ്ഠമായ ഇബാദത്താണ്. അതിൻ്റെ കേവലം ഉദ്ദേശം കേവലം എന്തല്ല, മാംസം ആളുകൾക്ക് വിതരണം ചെയ്യുക എന്നതല്ല. അതും ഉദ്ദേശമാണ്, പക്ഷേ അത് മാത്രമാണ് ഉദ്ദേശം എന്ന് വിചാരിക്കരുത്. ബലി അള്ളാഹുവിന് വേണ്ടി അറുക്കുക, ആ മൃഗത്തെ അള്ളാഹുവിന് വേണ്ടി അറുക്കുക എന്നത് അള്ളാഹുവിനുള്ള ശ്രേഷ്ഠമായ ഇബാദത്താണ്. അതുകൊണ്ടാണ് അത് അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ ഒരുവൻ മുശ്രിക്കും കാഫിറുമായി തീരും. ഷിർക്കുൻ അക്ബറാണ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുക്കുക എന്നത്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅന അല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുത്തവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ലഅന അല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. അതുകൊണ്ടാണ് നോക്കൂ, പിശാചിനെ പൂജിക്കുന്ന ആളുകൾ അവന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവന് വേണ്ടി ബലിയർപ്പിക്കാതെ ശൈത്താൻ സമ്മതിക്കില്ല എന്നാണ്. അവൻ്റെ യഥാർത്ഥ അടിമയായി മാറാൻ അവരെ കൊണ്ട് എന്ത് ചെയ്യിക്കും? അവന് വേണ്ടി ബലിയർപ്പിക്കും. അവന് വേണ്ടി ബലിയർപ്പിക്കും. കാരണം ഈ മൃഗത്തിൻ്റെ രക്തം ഒഴുക്കുക എന്നത് ഇബാദത്താണ്, ആരാധനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലുൽ ഹജ്ജി അൽ അജ്ജു വസ്സജ്ജ്. ശ്രേഷ്ഠമായ ഹജ്ജിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലുകളാണ് എന്ത്? അൽ അജ്ജു വസ്സജ്ജ്. അജ്ജ് എന്നാൽ ഉച്ചത്തിൽ തൽബിയത്ത് ചൊല്ലുക എന്നതാണ്. സജ്ജ് എന്ന് പറഞ്ഞാൽ ബലിമൃഗത്തിൻ്റെ രക്തമൊഴുക്കുക, ബലിയറുക്കുക എന്നതാണ്. രണ്ടും നോക്കൂ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, സഹാബത്തിനോട് പറയുക എന്ത്? തൽബിയത്ത് ഉച്ചത്തിൽ ചൊല്ലാൻ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അത് ഉച്ചത്തിൽ ചൊല്ലാൻ ഹറാമിൽ പ്രവേശിച്ചതോടെ. അങ്ങനെ ചൊല്ലി സഹാബത്ത് മക്കയിലെത്തുമ്പോൾ എല്ലാവരുടെയും ശബ്ദം പോയിരുന്നു എന്നാണ്. ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് ഒരു അമൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിൽ പറയാൻ പഠിപ്പിച്ചാൽ നമ്മൾ ഉച്ചത്തിൽ പറയും. അത് തൊണ്ട ഒട്ടുമാറി ഉച്ചത്തിൽ പറയാൻ പഠിപ്പിച്ചാൽ അങ്ങനെ പറയും. മെല്ലെ പറയാൻ പഠിപ്പിച്ചാൽ അങ്ങനെ പറയും. നടക്കാൻ പഠിപ്പിച്ചാൽ നടക്കും. ഓടാൻ പഠിപ്പിച്ചാൽ ഓടും. ഓടുന്നത് പോലെ നടക്കാൻ പഠിപ്പിച്ചാൽ അങ്ങനെ ഓടുന്നത് പോലെ നടക്കും. ഒരു സ്ഥലത്ത് ചുറ്റാൻ കൽപ്പിച്ചാൽ അങ്ങനെ ചുറ്റും. ഒരു സ്ഥലത്ത് ചുംബിക്കാൻ പഠിപ്പിച്ചാൽ അവിടെ ചുംബിക്കും. സ്പർശിക്കാൻ പഠിപ്പിച്ചാൽ അവിടെ സ്പർശിക്കും. ഇത്തിബാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. ഹജ്ജ് അത് ഇത്തിബാ ആണ് മുഴുവൻ. ഹജ്ജ് മുഴുവൻ എന്താണ്? ഇത്തിബാ ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലല്ലാതെ മറ്റെന്താണ്? ഖുദു അന്നി മനാസികക്കും ഫലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ. എന്നിൽ നിന്ന് ഈ കർമ്മങ്ങൾ പഠിച്ചെടുക്കൂ നിങ്ങൾ. ഈ വർഷത്തിന് ശേഷം ഇനി ഞാൻ ഹജ്ജ് ചെയ്തേക്കില്ല. മറ്റു ചില റിവായത്തുകളിൽ ഫലഅല്ലി ലാ അൽഖാക്കും ബഅദ ആമി ഹാദാ. ഈ വർഷം കഴിഞ്ഞാൽ ഇനി അടുത്ത വർഷം ഞാൻ നിങ്ങളെ കണ്ടേക്കില്ല. നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽ ഹിജ്ജ കഴിഞ്ഞ് മുഹറം, സഫർ, റബീഉൽ അവ്വലിന് അവിടുന്ന് വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നോക്കൂ, അറവ് എന്നത് ശ്രേഷ്ഠമായ ഇബാദത്താണ്. ഉദ്ഹിയ്യത്ത് സാധിക്കുന്നവരാരും അത് ഉപേക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷം മദീനയിൽ നിന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത്തി 10 സിനീന യുദഹി കുല്ല സന. 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് 10 വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നു? ഉദ്ഹിയ്യത്ത് അറുത്തിരുന്നു. 10 വർഷവും. അതുകൊണ്ട് അത് സാധിക്കുന്നവരെല്ലാം അത് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു സഅ വലം യുദഹി ഫലാ യഖറബന്ന മുസല്ലാന. ആർക്കെങ്കിലും ബലിയറുക്കാനുള്ള കഴിവുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, എന്നിട്ടും അറുത്തില്ല എങ്കിൽ അവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല. അത് താക്കീദിൻ്റെ ഭാഷയാണ്, മനസ്സിലായി. അതുകൊണ്ട് അത് ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിൽ ഉപേക്ഷിക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇത്രയും പ്രാധാന്യപൂർവ്വം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എത്രത്തോളം ചില മദ്ഹബുകളിൽ, ഹനഫി മദ്ഹബിലൊക്കെ അത് വാജിബാണ് എന്നാണ്. ഞാനത് പറഞ്ഞത് അത്രയും പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ടാണ്. വല്ലാഹു അലം, കൂടുതൽ സഹിഹായ അഭിപ്രായം അത് മുഅക്കദത്തായ സുന്നത്താണ്, വളരെ പ്രാധാന്യമുള്ള ശ്രേഷ്ഠമായ സുന്നത്താണ് എന്നതാണ്. ഒരാൾ ഉപേക്ഷിച്ചാൽ ഒരാൾക്ക് കുറ്റമില്ല. പക്ഷെ ഇങ്ങനെ പോലും അഭിപ്രായമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അത്രയും ശക്തമായ തെളിവുകൾ അതിൽ വന്നിട്ടുണ്ട് എന്നതിനാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി അള്ളാഹുവിന് വേണ്ടി അറുക്കുമായിരുന്നു. നബിയുടെ ഹജ്ജത്തുൽ വദാഇൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 ഒട്ടകങ്ങൾ അറുത്തുന്നതാണ്. 100 ഒട്ടകങ്ങൾ, 63 എണ്ണത്തിന് നബി സ്വന്തം കയ്യാൽ, ബാക്കി അലിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറുക്കാൻ ഏൽപ്പിച്ചു. ഇതെല്ലാം റബ്ബിന് ചെയ്യുന്ന ഇബാദത്താണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, ചില ആളുകൾ പറയാറുണ്ടല്ലോ, എന്തിനാണ് അറുക്കുന്നത്, അതിന് ആ പൈസ കൊടുത്താൽ പോരെ. അവൻ ഇസ്ലാമിലെ ഈ ശ്രേഷ്ഠമായ ഇബാദത്ത് ഇല്ലാതാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇബാദത്ത് ഇല്ലാതാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്.
കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് കേവലം മാംസം വിതരണം മാത്രമല്ല അതിലുള്ളൂ, അതുകൊണ്ട് അതൊരു ഖൈറാണ്. അതോടൊപ്പം അള്ളാഹുവിനോട് ബലിയെറുക്കുക എന്ന ഇബാദത്തുണ്ട്. അതെങ്ങനെ പൈസ കൊടുത്താൽ കിട്ടും? അത് കേവലം അതിൻ്റെ പണം ആളുകൾക്ക് ദാനം ചെയ്ത് അതെങ്ങനെ നടക്കും? ഇസ്ലാമിനൊരു ഇബാദത്ത് ഇല്ലാതാക്കി തീർക്കാൻ ആർക്കും അവകാശമില്ല. അത് വലിയ വിവരക്കേടാണ്, ചെയ്യാൻ പാടില്ല. അള്ളാഹു ഇത്ര പ്രാധാന്യത്തിൽ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര പ്രാധാന്യപൂർവ്വം ചെയ്ത ഇബാദത്ത് അതെന്തിന് അങ്ങനെ ചെയ്യണം, അതുകൊണ്ട് എന്ത് ഉപകാരം, ഇങ്ങനെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കാൻ ഇവരാരാണ്? എന്തവകാശമാണുള്ളത്? ചെയ്യാൻ പാടില്ല. മറിച്ച് ആ ഒരു ഇസ്ലാമിലൊരു ഇബാദത്ത് നശിപ്പിക്കാൻ പാടില്ല. അത് അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്താണ്. അതിൻ്റെ മാംസം ഭക്ഷിക്കുക സുന്നത്താണ്. മനസ്സിലായില്ല? ഉദ്ഹയ്യത്തിൻ്റെ മാംസം അത് ഭക്ഷിക്കുക സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥമാസം ഒക്കെ കൂട്ടിക്കലർത്തി അതിൽ നിന്ന് ഭക്ഷിച്ചിരുന്നു എന്നാണ്. മനസ്സിലായില്ല? അതിൻ്റെ ഒക്കെ അള്ളാഹുവിന് വേണ്ടി അർത്ഥ ആ മാംസത്തിൻ്റെ ഭക്ഷണം കഴിക്കുക എന്നതുപോലും സുന്നത്താണ്. ഈ പെരുന്നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാതെ പോയി, എന്നിട്ട് ബലിയറുത്ത് സ്കാരം കഴിഞ്ഞ് നേരെ ബലിയറുത്ത് അതിൽ നിന്ന് ഭക്ഷിച്ചിരുന്നു എന്നാണ്. മനസ്സിലല്ലേ? ആ ഭക്ഷണം ആദ്യം കഴിക്കാൻ. അപ്പോൾ ഉദ്ഹയ്യത്ത് പ്രിയ സഹോദരങ്ങളെ അത് ശ്രദ്ധിക്കുക. അത് എല്ലാവർക്കുമുള്ള സുന്നത്താണ്. അത് പുരുഷന്മാർക്ക് ബലിയർക്കാം, സ്ത്രീകൾക്ക് ബലിയർക്കാം, ഒരു കുടുംബത്തിൽ എല്ലാവർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, അർക്കാം, യാതൊരു തകരാറുമില്ല. പക്ഷേ ഒരു കുടുംബത്തിൽ ഒരാൾ അർത്താൽ അത് മതിയാകും, ബാക്കിയുള്ളവർക്കും കൂടി അത് മതിയാകും. എത്രത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബലിയർക്കും, അള്ളാഹു ഇത് എന്നിൽ നിന്നും എൻ്റെ ഉമ്മത്തിലെ എല്ലാവരിൽ നിന്നും നീ സ്വീകരിക്കണേ, അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ വ ഉമ്മത്തി മുഹമ്മദ്, മിൻ ആലി മുഹമ്മദ്, മുഹമ്മദിൻ്റെ കുടുംബത്തിൽ നിന്ന് സ്വീകരിക്കണേ, എൻ്റെ ഉമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി അത് നിയ്യത്താക്കി എന്നാണ്. അപ്പോൾ നോക്കൂ, അത് വളരെ ശ്രദ്ധിക്കുക. അതിൻ്റെ സമയം നെഹറിൻ്റെ ദിവസമാണ്, അഥവാ ബലി പെരുന്നാൾ ദിവസം. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം മാത്രമേ അറക്കാൻ പാടുള്ളൂ. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പേ അറുത്താലോ അത് സാധാരണ അറവായിത്തീരും. അതല്ലാതെ അത് ഉദ്ഹയ്യത്ത് ആയിത്തീരുകയില്ല. ഉദ്ഹയ്യത്ത് ഒരാൾക്ക് നിയ്യത്താക്കിയാൽ, അറക്കാൻ നിയ്യത്താക്കിയിട്ടുണ്ട് എങ്കിൽ ദുൽഹിജ്ജ പിറന്നതു മുതൽ മുടിയോ നഖമോ ശരീരത്തിലെ തൊലിയോ ഒന്നും എടുക്കരുത്. മുടി മുറിക്കരുത്, നഖം മുറിക്കരുത്, തൊലി പറിച്ച് കളയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. മൻ കാന ലഹു ദിബ്ഹുൻ യദ്ബഹു ഫഇദാ ഉഹില്ല ഹിലാലു ദിൽ ഹിജ്ജ ഫലാ യഖുദന്ന മിൻ ശഅരിഹി വലാ മിൻ അദ്ഫാരിഹി ഷൈഅൻ ഹത്താ യുദഹി. അറുക്കുന്നത് വരേക്കും ഇതൊന്നും എടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾ മാസം തുടങ്ങിയതിന് ശേഷമാണ് തീരുമാനിച്ചത്. ആദ്യമൊന്നും തീരുമാനമില്ല, അറക്കുമോ ഇല്ലയോ ഒന്നും അറിയില്ല, അല്ലെങ്കിൽ അറക്കാൻ ആൾ നിയ്യത്താക്കിയില്ല. പിന്നെയാണ് നിയ്യത്താക്കിയതെങ്കിൽ നിയ്യത്താക്കിയ അന്ന് ആ സമയം മുതൽ എന്ത് ചെയ്യരുത്, മുടിയും താടിയും അല്ലെങ്കിൽ നഖവും ഒന്നും മുറിക്കുക പാടില്ല. ഇത് അറുക്കാൻ നിയ്യത്താക്കിയ അറുക്കുന്ന ആൾക്ക് മാത്രം, ആരുടെ പണം കൊണ്ടാണ് അറുക്കുക അയാൾക്ക് മാത്രമാണ്. അയാളുടെ കുടുംബത്തിലെ ബാക്കിയുള്ളവർക്ക് ഇത് ബാധകമല്ല. അവർക്ക് മുടി മുറിക്കുന്നതിനോ നഖം മുറിക്കുന്നതിനോ തടസ്സമില്ല. ഒരു ആടിനെ ഒരാൾക്ക് അറുക്കാം. ഇനി മാടോ ഒട്ടകമോ ആണെങ്കിൽ ഒരാൾക്ക് മുഴുവനായി അറുക്കാം. 7 പേർക്ക് വരെ അതിൽ പങ്കു ചേരുകയും ചെയ്യാം. സുബുഅ് വരെ ആകാം, അഥവാ 7-1 സുബുഅ്. ഏറ്റവും ചുരുങ്ങിയത് സുബുഅ്. ഏതിൽ? മാടിലും ഒട്ടകത്തിലും. അത് ആട്ടിൻ്റെ കാര്യത്തിൽ അത് പാടില്ല, ആടിൻ്റെ കാര്യത്തിൽ പാടില്ല. അത് ഒരാൾ ഒന്ന് മാത്രമേ പാടുള്ളൂ, അതിൽ പങ്കു ചേരുക പാടില്ല. ഏറ്റവും ചുരുങ്ങിയത് ആടാണെങ്കിൽ 1 വയസ്സെങ്കിലും അതിന് തികഞ്ഞിരിക്കണം. മാട് വർഗമാണെങ്കിൽ 2 വയസ്സെങ്കിലും തികഞ്ഞിരിക്കണം. ഒട്ടകമാണെങ്കിൽ 5 വയസ്സെങ്കിലും തികഞ്ഞിരിക്കണം. ഹദീസുകളിൽ പ്രായം വയസ്സല്ല വന്നിട്ടുള്ളത്, മറിച്ച് വിശേഷണമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രായപരിധിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ആട് അത് 2 വയസ്സാകണം എന്ന് ശാഫിഈ മദ്ഹബിലെ അഭിപ്രായമാണ്. പക്ഷേ അല്ലാഹു അഅലം കൂടുതൽ ശരി 1 വയസ്സെങ്കിലും ആകണം ആടിന്. മാടാണെങ്കിലോ 2 ആകണം. ഒട്ടകമാണെങ്കിലോ 5 ആകണം. അതേസമയം ചെമ്മരിയാടാണെങ്കിൽ അതിന് 6 മാസം ആയാൽ മതി. കോലാടാണെങ്കിൽ അതല്ലാത്ത ചെമ്മരിയാടല്ലാത്ത സാധാരണ ആട് കോലാടാണെങ്കിൽ 1 വർഷമെങ്കിലും തികഞ്ഞിരിക്കുക. അത് കൂടുതലായി പോയാൽ കുഴപ്പമില്ല.
2 വയസ്സുള്ള ആടാണ്, അതിൽ പ്രശ്നമില്ല. ഏറ്റവും ചുരുങ്ങിയ പ്രായമാണ് ഈ പറയുന്നത്. അതുപോലെ ചില ന്യൂനതകളുള്ള മൃഗങ്ങളെ ബലിയറുക്കുക പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, ലാ യജൂസു മിന അദ്ദഹായ, ഉദ്ഹിയത്തിന് പാടില്ല, അൽ ഔറാഉൽ ബയ്യിനു അവറുഹാ വൽ അർജാഉൽ ബയ്യിനു അറജുഹാ വൽ മരീദത്തു അൽ ബയ്യിനു മറദുഹാ വൽ അജ്ഫാഉ അല്ലതി ലാ തുൻഖി. ഈ 4 ന്യൂനതകളുള്ള മൃഗങ്ങളെ അറുക്കാൻ പാടില്ല. ഒന്ന് ഔറ ആണ്. ഔറ എന്നാൽ ഒരു കണ്ണിന് കേടുവരിക, ഒരു കണ്ണ് കാണാതിരിക്കുക. ആ അവർ ബസീഹ് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ആ അവർ നവാ അവർ, അവൻ ഒറ്റക്കണ്ണനാണ്. വമ റബ്ബുക്കും ബി അവർ, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല, റബ്ബിന് 2 കണ്ണുകളുണ്ട്. ആ പദമാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. ഔറ, ഒരു കണ്ണിന് കാഴ്ചയില്ലാതിരിക്കുക. രണ്ടാമത്തേതോ മുടന്നുണ്ടാവുക. മൂന്നാമത്തേത് രോഗിയാവുക. 4 തീരെ മജ്ജയും മാംസവും ഇല്ലാതിരിക്കുക. ഇതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇതിൽ പൊതുവെ എല്ലാത്തിലും പറഞ്ഞത് ബയ്യിൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായിരിക്കണം. അത് ഒരു കണ്ണിന് കാഴ്ചയില്ല, വ്യക്തമായി അതിനെന്തില്ല, കാഴ്ച, ആ കാര്യം വ്യക്തമാണ്. അതുപോലെ വ്യക്തമായ മുടന്നുണ്ട്. അതെങ്ങനെ മനസ്സിലാവും? ബാക്കിയുള്ളത് ഇതിൻ്റെ കൂടെ നടക്കുമ്പോൾ മനസ്സിലാവും. അതെങ്ങനെ ബയ്യനായ അറജ് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കിയുള്ള അതേപോലത്തെ മൃഗങ്ങളുടെ കൂടെ നടക്കുമ്പോൾ അത് മനസ്സിലാവും. അതുപോലെ വ്യക്തമായ രോഗം, അഥവാ അതിൻ്റെ മാംസത്തെ ബാധിക്കുന്ന രോഗം എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിച്ചത്. ആ രോഗം മാംസത്തെ ബാധിക്കും, മാംസത്തിൻ്റെ ക്വാളിറ്റി അത് ബാധിക്കും. അതുപോലെ തീരെ മജ്ജയില്ലാത്ത ഒരു എല്ലും തോലുമായ മൃഗം. ഈ 4 ന്യൂനതകൾ പറഞ്ഞു പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഈ 4 ന്യൂനത പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ചില ന്യൂനതകൾ ഇതിനേക്കാൾ ഗുരുതരമായിരിക്കും, അപ്പോൾ അത് തീരെ പാടില്ല. ഉദാഹരണത്തിന് ഒരു കണ്ണ് കാണാതിന് അറക്കരുത്, അപ്പോൾ 2 കണ്ണും കാണില്ലെങ്കിലോ തീരെ പറ്റില്ല. നടക്കുമ്പോൾ മുടന്നിട്ടുള്ളതിനെ അറക്കരുത്, തീരെ നടക്കാൻ പറ്റാത്തതിനെ ഒട്ടും ഇറക്കാൻ പാടില്ല. അത് പ്രത്യേകം ആ ഹദീസിൻ്റെ മഫ്ഹൂമാണ്, അതിന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, വഅജ്മഉ അലാ അന്ന العيوب الأربعة المذكورة في حديث البراء وهو المرض والعجف والعور والعرج البين لا تجزي الضحية بها التضحية لا تجزي التضحية بها. നവവി പറഞ്ഞു, ഈ 4 ന്യൂനതകൾ ഉള്ളതിനെ അറക്കാൻ പാടില്ല, ഉദ്ഹിയത്ത് ശരിയാവുകയില്ല, 4 ഏതെങ്കിലും ഒന്നുള്ളതിന് എന്നതിൽ ഇജ്മാ ഉണ്ട്, പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു. വകദാ മാ കാന ഫി മഅനാഹ ഔ അഖ്ബഹ്, ഇതേ ഗണത്തിൽ വരുന്ന അല്ലെങ്കിൽ ഇതിനേക്കാൾ മോശമായ ന്യൂനതകളും അതിൽ ഉൾപ്പെടും. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഇതിനൊക്കെ വിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ ഒന്നും ശ്രദ്ധിക്കൂല, അയാൾക്ക് കച്ചവടം നടന്നാൽ മതി, അതിനൊക്കെ തട്ടിവിടും വാങ്ങാമെന്ന ആളുകളോട്. പക്ഷേ ഇബാദത്ത് ചെയ്യുന്നവർ ശ്രദ്ധിക്കുന്നത് അവനവൻ്റെ ഇബാദത്തിൻ്റെ കാര്യമാണ്. അയാൾക്ക് കച്ചവടം ഉണ്ടാക്കുന്നതിനേക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? നമ്മുടെ ഇബാദത്തിൻ്റെ കാര്യമാണ്. അത് ശ്രദ്ധിച്ച് വാങ്ങണം. അങ്ങനെയുള്ളവർ പറയാം, കച്ചവടത്തിന് ഞാൻ വേറെ വാങ്ങിക്കോളാം, ഇത് എനിക്ക് ഈ പറഞ്ഞ അതേ സിഫത്തിൽ തരണം. മനസ്സിലായില്ലേ? നമുക്ക് വേണ്ടി വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഇറക്കുമ്പോൾ മുടന്നുള്ളതിന് അർത്താൽ, ഇനി കാലില്ലാത്തതിന് തന്നെ അർത്താൽ യാതൊരു തകരാറില്ലല്ലോ, വേണമെങ്കിൽ. പക്ഷേ ഇത് ഈ ഇബാദത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം അറക്കുന്ന ആളുകൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെയോ സുന്നത്തായ കാര്യം എന്താണ്? നല്ല ഭംഗിയുള്ളതിന് അറക്കുക എന്നതാണ്. മനസ്സിലായില്ലേ? നല്ല ഭംഗിയുള്ള, നല്ല മാംസമുള്ള മൃഗത്തെ അറക്കുക സുന്നത്ത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തത് എങ്ങനത്തെ ആടുകളെയാണ്? ضحى رسول الله النبي صلى الله عليه وسلم بكبشين أملحين أقرنين. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൊമ്പുകളുള്ള നല്ല ഭംഗിയുള്ളതിനെയാണ് അറുത്തത്. എന്ന് പറഞ്ഞാൽ വെള്ള നിറം. എന്നിട്ടോ ആ വെള്ള നിറത്തിൽ അതിൻ്റെ കാലുകളിൽ, കണ്ണിൻ്റെ ഭാഗത്ത് ഒക്കെ കുറച്ച് കറുപ്പ്. അത് ആടുകളുടെ കൂട്ടത്തിൽ വളരെ ഭംഗിയുള്ള ഇനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ളതിനെ അറുത്തിരുന്നു. അതുകൊണ്ട് അത് ഏറ്റവും നല്ല ഭംഗിയുള്ളതിനെ അറുക്കുക എന്നത് എന്താണ്? നല്ല കാര്യമാണ്. കൂടുതൽ നല്ലതിനെ അറുക്കുക എന്നത് കൂടുതൽ നല്ല കാര്യമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ കൈ കൊണ്ട് അതിനെ അറുത്തു. ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, തക്ബീർ പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാല് അതിൻ്റെ ആ മൃഗത്തിൻ്റെ പാർശ്വഭാഗത്ത് വെച്ചു, എന്നിട്ടാണ് അറുത്തത്. അത് അറവിൻ്റെ രൂപത്തിൽപ്പെട്ടതാണ്. ബിസ്മില്ലാ പറഞ്ഞ് അറുത്താൽ ഇൻഷാ അല്ലാഹ് മതിയാവും. അതാണ് നിർബന്ധമായ കാര്യം.
അതേസമയം അതിൻ്റെ കൂടെ അല്ലാഹു അക്ബർ അത് പറയുക സുന്നത്താണ്. അതുകൂടെ ഖിബിലക്ക് നേരെ തിരിച്ചു നിർത്തുക സുന്നത്താണ്. അല്ലാഹുമ്മ ഇന്ന ഹാദ മിൻക വലക്, ഉദ്ഹിയ്യത്തിന് അറുക്കുമ്പോൾ പ്രത്യേകം അങ്ങനെ പറയുക, അള്ളാഹു ഇത് നിന്നിൽ നിന്നുള്ളതാണ്, നിനക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറയുക സുന്നത്താണ്. അതുപോലെ നോക്കൂ, ഒരാൾ താൻ തന്നെ അറുക്കുക, മറ്റൊരാളെ അറുക്കാൻ ഏൽപ്പിക്കാതെ സ്വന്തം കൈകൊണ്ട് അറുക്കുക ശ്രേഷ്ഠമായ കാര്യമാണ്. മറ്റുള്ള ഒരാളെ ഏൽപ്പിച്ചാൽ അതിൽ തകരാറൊന്നുമില്ല, മറ്റൊരാളെ അതിനെ ഏൽപ്പിച്ചാൽ അതിന് തകരാറൊന്നുമില്ല. അതുപോലെ അറുക്കുന്ന ആൾക്ക്, അറവുകാർക്ക് കൂലിയായി ഈ അറവ് മൃഗത്തിൻ്റെ തൊലിയോ മറ്റുള്ള കാര്യങ്ങളോ കൊടുക്കാതിരിക്കുക, അവർക്ക് കൂലിയായി കൊടുക്കരുത്. അവർ കൂലി വേറെ തന്നെ കൊടുക്കുക, അവർക്ക് കൂലിയായി ഇത് കൊടുക്കാതിരിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അക്കാര്യം പ്രത്യേകം കൽപ്പിച്ചതാണ്. ഒക്കെ ദാനം ചെയ്യാൻ, അതിലൊന്നും കൂലിയായി കൊടുക്കാതിരിക്കാൻ. അതുപോലെ അത് കഴിക്കാം, സൂക്ഷിച്ചു വെക്കാം, സാധുക്കൾക്ക് നൽകാം, ഒക്കെ ചെയ്യാം. അതിന് പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട ഒരു ഓഹരി ഇല്ല. പക്ഷെ നല്ല കാര്യമാണ് ഒരാൾ ഇതിൻ്റെ ഒരു 1/3 സാധുക്കൾക്ക് ദാനം ചെയ്താൽ നല്ല കാര്യമാണ്. പക്ഷേ കൃത്യമായ ഹദീസുകളിൽ എന്ത് വന്നിട്ടില്ല, ഇത്രങ്ങൾ കൊടുത്തിരിക്കണം, ഇത്ര സാധുക്കൾക്ക് കൊടുത്തിരിക്കണം എന്നില്ല. മനസ്സിലായി? സാധുക്കൾക്ക് കൊടുക്കുക, സാധുക്കൾ അവഗണിക്കാതിരിക്കുക. 1/3 ദാനം ചെയ്താൽ അത് നല്ലത്. അത് സൂക്ഷിച്ചു വെക്കാം, വീണ്ടും വീണ്ടും കഴിക്കാം. പക്ഷേ ഈ പറയുന്ന സമയത്തിനുള്ളിൽ അറുത്തിരിക്കണം. അഥവാ ഈദിന് ശേഷം അറുത്തു തുടങ്ങാം, പക്ഷേ അയ്യാമു തശ്രീഖ് അവസാനിക്കുന്നതിന് മുമ്പ്, അഥവാ 13-ൻ്റെ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് അതിനെ അറുത്തിരിക്കണം. സാധുക്കൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഫക്കുലു മിൻഹ വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ, നിങ്ങൾ അതിൽ നിന്ന് തിന്നുക, അത് ഖാനിഇനും മുഅ്തറിനും കൊടുക്കുക. അതായത് ഖാനി എന്ന് പറഞ്ഞാൽ ചോദിച്ചു വരാത്ത ദരിദ്രൻ എന്നാണ്, മുഅ്തർ എന്നാൽ ചോദിച്ചു വരുന്ന ദരിദ്രൻ എന്നാണ്. അവർക്കൊക്കെ നിങ്ങൾ കൊടുക്കുക. ഇനി നോക്കൂ, ഇതിലെല്ലാം ഈ ഇബാദത്തുകളിലെല്ലാം നമ്മുടെ നിയ്യത്ത് വളരെ ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും പ്രധാനം.